തമ്പുരാൻ ചില കാര്യങ്ങൾ വിധിക്കണേ, അത് എനിക്കുള്ള അന്നമാണ് എന്ന് വിധിക്കണേ, അല്ലാതെ ഞാൻ ആരുമല്ല. Please excuse me, pretty lady, can I get to know ya? Cause I've been watching from a distance, baby girl, you're loyal. Must confess, you make me lose all my cool. It's captivating, all the things that you do, girl. Can I get just one dance? We can get acquainted, and just being modest. It's gonna be a good, yeah. ഏത് പണിക്ക് പോയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പണിക്കും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഒന്നും ഗ്രിപ്പാവില്ല. എനിക്ക് എങ്ങനെ വന്നാലും ഡാൻസ്, എവിടെയെങ്കിലും പാട്ട് കേട്ടാൽ മതി, സ്റ്റേജിന്റെ ഏതെങ്കിലും ഒരു മൈക്ക്, അന്ന് മൈക്കാണ്, ആ വശത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പൊ അന്നൊന്നും കളിപ്പിക്കില്ല. കാരണം അന്നത്തെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞാൽ മനസ്സിലാവൂല. ഒരു പാന്റ് പോലും ഉണ്ടാവില്ല, പാന്റ് ഉണ്ടെങ്കിൽ കളിപ്പിക്കുള്ളൂ. അപ്പൊ അന്നത്തെ ഇത്തിരി ഫിനാൻഷ്യൽ ആയിട്ടുള്ള സെറ്റപ്പുള്ള ആൾക്കാരൊക്കെ കളിക്കുന്നതാണ്. ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈലുകൾ അപ്പുറം കർട്ടൻ തുണിയൊക്കെ കൊണ്ടുപോയ കഥകൾ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നാടകക്കാർ വന്നു, ഇനി അടുത്ത കൊല്ലമാകാം, അടുത്ത കൊല്ലത്തൊക്കെ വെയിറ്റ് ചെയ്യും. എല്ലാവരും ആ കൊള്ളാലോ, ജോൺസൺ വെരി നൈസ്. അപ്പൊ പിന്നെ വിളിക്കാൻ തുടങ്ങി. പാന്റ് വെച്ചിട്ട് അവര് പാന്റ് തൊപ്പിയൊക്കെയാണ് ഇന്നത്തെ ശങ്കറിന്റെ ഒക്കെ കാലഘട്ടത്തിലുള്ള ഒരു സ്റ്റൈലാണ്. ദിലീപിന്റെ പുതിയ പടത്തിൽ ബാന്ദ്രയിൽ ചെയ്തിട്ടുണ്ട്. അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയായിരുന്നു എനിക്ക്. ജോൺസൺ ചേട്ടാ, പൊളി. ഗുഡ് മോർണിംഗ്. ശരിക്കും ഡാൻസിങ് സ്റ്റാറിന്റെ പ്രൊമോയില് ജോൺസൺ ചേട്ടന്റെ പ്രകടനം കണ്ടിട്ടാണ് വന്നത്. ചായക്കടയിൽ ഡാൻസ് കളിക്കുന്ന ആ ചേട്ടന്റെ പ്രകടനം സൂപ്പറായിരുന്നു. ചേട്ടാ അടിപൊളി ആടായിരുന്നു. ഇപ്പൊ എത്ര വയസ്സായി? 55 വയസ്സായി ചേട്ടൻ. പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്നറിയാമോ, അതിനപ്പുറത്തേക്കാണ് പെർഫോമൻസ്. ചേട്ടാ ഈ പ്രൊമോയിലേക്ക് എങ്ങനെയാണ്? എന്റെ സുഹൃത്തുക്കൾ ഒരു പുരസ്കാരം തന്നു. വർഷങ്ങളായല്ലോ ഇതെന്ന് വെച്ചാല്. എത്ര വർഷമായി ഡാൻസ്? ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയത് തന്നെ 14 വയസ്സിലാണ്. അത് ഒരു ഭാഗ്യം പോലെ എന്റെ ഗുരുനാഥൻ, ഞാൻ ക്ലാസിക്കലൊക്കെ കളിക്കും, പുള്ളിയാ പറഞ്ഞത്. പുള്ളീനെ ആദ്യമേ ഹെൽപ്പ് ചെയ്ത് ബാലെ ട്രൂപ്പൊക്കെ ഉള്ള ആണ്. അപ്പോൾ സ്റ്റേജ് കെട്ടാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു ദിവസം ഒരു ആളില്ലായിരുന്നു. അപ്പൊ ആ സ്ഥാനത്തേക്ക് ഞാൻ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിനക്കെങ്ങനെ നീ പഠിച്ചത്? ഇല്ല ആശാനെ, ഞാനത് ചെയ്യാം. അന്ന് ആശാൻ എന്നാ വിളിക്കുന്നത്. അപ്പൊ അന്ന് ചെയ്ത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് പറഞ്ഞത്, നീ ഇടയ്ക്കൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ആശാന്റെ അടുത്ത് പോയി ഹെൽപ്പ് ചെയ്യും. സ്റ്റെപ്സുകളൊക്കെ ക്ലാസിക്കലിന്റെ സ്റ്റെപ്സ് തന്നെയാണ് എല്ലാത്തിലും കുറെ അധികം ഉപയോഗിക്കുന്നത്. ബേസിക് തന്നെ ക്ലാസിക്കാണ്. അപ്പോൾ ഉപയോഗിച്ച് അങ്ങനെ തന്നെ പഠിപ്പിച്ച് ഓരോ ഹൗസ് ട്യൂഷനായി.